നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ദുരവസ്ഥയിൽ പ്രതിഷേധം. ലിഫ്റ്റ് തകരാറിലാകുന്നത് പതിവ്. മുകൾ നിലകളിലേക്ക് രോഗികളെ എത്തിക്കാനാകുന്നില്ല. ഉപരോധ സമരവുമായി യൂത്ത് ലീഗ്. ആലപ്പുഴ പച്ചയിൽ ഫെഡറൽ ബാങ്ക് ATMിൽ മോഷണ ശ്രമം. ബാങ്ക് ഹെഡ് ഓഫീസിൽ സിഗ്നൽ ലഭിച്ചതോടെ പോലീസ് ഇടപെടൽ. രക്ഷപ്പെട്ട മോഷ്ടാവിനെ തേടി CCTV പരിശോധന. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹോസ്റ്റൽ മെസ്സിലെ ഭക്ഷണത്തിൽ പുഴുവെന്ന ആരോപണം. ഹോസ്റ്റൽ ഭക്ഷണം ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ. മെസ്സിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന. പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടം. ആന എത്തിയത് ചിന്നപ്പറമ്പിലെ ജനവാസ മേഖലയിൽ. നീലഗിരിയിൽ പുള്ളിപ്പുലി സാന്നിധ്യം. കാക്കനാടിന്റെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായില്ല. ജലവിതരണത്തിന് ഉപയോഗിക്കുന്നത് ആസ്ബസ്റ്റോസ് പൈപ്പുകൾ. മർദ്ദം കൂട്ടി പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങുന്നതായി പരാതി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് ഉപഭോക്തൃ കമ്മീഷന്റെ പിഴ. നടപടി കെട്ടിട നമ്പർ തടഞ്ഞുവെച്ചതിന്. വിധിച്ചത് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം. വാർത്തകൾ വിശദമായി നോക്കാം. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിൽ. 5ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് രോഗികളെ ചുമന്നാണ് കയറ്റുന്നത്. അടിയന്തരമായി ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഉപരോധ സമരവും സംഘടിപ്പിച്ചു. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ കാഴ്ചയാണിത്. ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിയുന്നവരെയും ഡയാലിസിസിനെത്തുന്നവരെയും ചുമന്നു കയറ്റേണ്ട അവസ്ഥ. രോഗികളെ എത്തിക്കുന്നത് ആശുപത്രിയിലെ 5ാം നിലയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്ന ആശുപത്രിയിലെ ലിഫ്റ്റ് ശനിയാഴ്ചയാണ് വീണ്ടും പ്രവർത്തനരഹിതമായത്. മിക്ക ദിവസം കേടാ വെച്ചേ. അത് പിന്നെ എന്ത് പാടോട്ട് ചിലർ പയ്യെ പിടിച്ച് കയറും മുകളിലോട്ടെ. 4ാം നിലയുടെ പൊക്കത്തിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ താഴേന്ന് 1ാം നില തുടങ്ങി കരോട്ടേക്ക് കയറി പോകണ്ടേ. അല്ലാത്തവരൊക്കെ കസാരയിൽ എടുത്ത് മുകളിലോട്ട് കയറ്റി ഒരു പ്രകാരത്തിൽ മുകളിൽ കൊണ്ടുപോയി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ആ നട കയറി വന്നിട്ട് ഹോസ്പിറ്റലായിട്ട് അവിടെ കസാരയിൽ ഇരിക്കുക. നടക്കാൻ പറ്റില്ലാത്ത കസാര ഇരുത്തി മുകളിലോട്ട് കൊണ്ടുപോകും. 4ാം നിലയിൽ 1ാം നിലയിൽ 4ാം നിലയിൽ ചെല്ലുക. ലിഫ്റ്റ് തകരാറിലാകുന്നത് ആശുപത്രിയിലെ സ്ഥിരം സംഭവമാണ്. ലിഫ്റ്റ് തകരാറിലായ കാര്യം ഏജൻസി അറിയിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സെൻസർ പോയി കിടക്കുന്നതാണ്. അത് മാറ്റി വയ്ക്കാതെ ഏതായാലും വർക്ക് ചെയ്യത്തില്ല. കാരണം അത് വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കണ്ട് എന്ത് റിനോവേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്ഥിരം അതിൻ്റെ കംപ്ലൈൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായ ആൾ സർവീസ് ചെയ്യുന്ന ആൾ വരണ്ടല്ലോ. സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. സ്ഥിരമായിട്ട് ലിഫ്റ്റിന് തകരാറുണ്ടോ? അതിന് ആ ലിഫ്റ്റിന് പഴയ ലിഫ്റ്റിന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. ലിഫ്റ്റ് പണിമുടക്കുന്നത് സ്ഥിരം സംഭവമായതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. അതേസമയം ലിഫ്റ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചാലും വൈകാതെ തന്നെ തകരാറിലാകുന്ന അവസ്ഥയാണ് ജില്ലാ ആശുപത്രിയിലുള്ളത്. മുകൾ നിലയിലേക്ക് പോകുവാൻ വിശ്വസിച്ച് ലിഫ്റ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആശുപത്രിയിലെത്തുന്നവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധം. താൽക്കാലിക ജീവനക്കാരായ 4 പേരെ പിരിച്ചുവിട്ടതാണ് പ്രതിഷേധത്തിന് കാരണം. എന്നാൽ രോഗികളോട് മോശമായി പെരുമാറിയ താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടതെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. അരമണിക്കൂറോളം OPയുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെങ്കിലും പിന്നീട് സാധാരണ നിലയിലായി. പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ചിന്നപ്പറമ്പിലെ ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. ഇന്ന് രാവിലെ ഇറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുകയാണ്. പാലക്കാട്
പാലക്കാട് അട്ടപ്പാടി ബൊമ്മിയമ്പടിയിൽ വീടിന്റെ വാതിൽപ്പടിയിൽ കൊമ്പനെത്തി. ബൊമ്മിയമ്പടി സ്വദേശി ഹരീഷിന്റെ വീട്ടിലാണ് ആനയെത്തിയത്. പുലർച്ചെ 3:30-നായിരുന്നു സംഭവം. വ്യാപക കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. CCTV ദൃശ്യവും പുറത്തുവന്നു. ഇടുക്കിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പരുക്ക്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി S. ലാലിനാണ് പരുക്കേറ്റത്. കുഴിത്തൊളു നിരപ്പേലിൽ യാത്ര ചെയ്യവേ ഇരുചക്ര വാഹനത്തിന് കുറുകെ പന്നി ചാടുകയായിരുന്നു. ശ്രീദേവിയുടെ താടിയെല്ലിനും കൈക്കും പരുക്കേറ്റിട്ടുണ്ട്. നീലഗിരിയിൽ വീടിനു മുന്നിൽ പുള്ളിപ്പുലി സാന്നിധ്യം. നീലഗിരി കോത്തഗിരിക്കു സമീപമുള്ള വീടിന് മുന്നിലാണ് പുള്ളിപ്പുലി എത്തിയത്. CCTVയിൽ ദൃശ്യം പതിയുകയായിരുന്നു. കണ്ണൂരിൽ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കളിപ്പാട്ടത്തിനിടയിൽ നിന്നാണ് രാജവെമ്പാലയെ കണ്ടത്. കണ്ണൂർ ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജത്തിന്റെ വീട്ടിലായിരുന്നു സംഭവം. വീട്ടിലെ കുട്ടിയുടെ ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിലാണ് രാജവെമ്പാല ഉണ്ടായിരുന്നത്. സർപ്പ വോളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരിയാണ് രാജവെമ്പാലയെ പിടികൂടിയത്. കോഴിക്കോട് കൊടുമ്പുഴയിൽ നായാട്ട് സംഘം പിടിയിൽ. പെരിന്തൽമണ്ണ കൊളത്തൂർ സ്വദേശി മുഹമ്മദ് അലി, മലപ്പുറം വേങ്ങാട് സ്വദേശി ഹംസ എന്നിവരാണ് പിടിയിലായത്. തോക്കും കത്തിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിമുക്ത ഭടന്റെ മൃതദേഹം അടച്ചിട്ട വീടിനുള്ളിൽ നിന്നും കണ്ടെത്തി. മുട്ടക്കാട് സ്വദേശി ജ്യോതികുമാറാണ് മരിച്ചത്. മൃതദേഹത്തിന് ആഴ്ചകളുടെ പഴക്കമുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഒറ്റയ്ക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം. 1 മാസമായി ജ്യോതികുമാറിനെ കാണാനില്ലെന്നും വീട് പൂട്ടിയ നിലയിലാണെന്നും കുടുംബം നെയ്യാറ്റിൻകര പോലീസിനെ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ ഇടുക്കി സ്വദേശി സൈനികന് ആദരമൊരുക്കി പ്രത്യേക ഗ്രാമസഭ. അടിമാലി സ്വദേശിയായ സൈനികൻ അഭിറാം സോമനാണ് പഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദനം ഏർപ്പെടുത്തിയത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയാണ് വേദി. പതിവ് ഗ്രാമസഭാ ചടങ്ങുകൾക്കൊപ്പം ഗ്രാമസഭാംഗവും നാട്ടുകാരനുമായ സൈനികന് നൽകിയ ആദരം ഗ്രാമസഭയെ കൂടുതൽ അർത്ഥവത്താക്കി. പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സൈനികൻ അഭിരാം സോമനെയാണ് ആദരിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അഭിരാം സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വളരെ പ്രശ്നങ്ങളായിരുന്നു. അവിടുന്ന് നല്ല രീതിയിലുള്ള അറ്റാക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള അറ്റാക്ക് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി ഇതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. യുദ്ധമുഖത്തെ അനുഭവങ്ങൾ അഭിരാം പങ്കുവച്ചു. ജമ്മു കാശ്മീരിലെ റജോറിയിലാണ് ഇപ്പോൾ സൈനിക സേവനം അനുഷ്ഠിക്കുന്നത്. 8 വർഷം മുൻപാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അടിമാലി പൊളിഞ്ഞപാലം തെക്കേമുറിയിൽ സോമൻ ഓമന ദമ്പതികളുടെ മകനാണ് ഈ സൈനികൻ. ഗ്രാമപഞ്ചായത്ത് അംഗം KK രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 2 പേർക്ക് പരുക്കുപറ്റു. 2 വാഹനങ്ങളും തകർന്നു. മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആലപ്പുഴ പച്ചയിൽ ഫെഡറൽ ബാങ്ക് ATMൽ നിന്നും മോഷണ ശ്രമം. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. ബാങ്ക് ഹെഡ് ഓഫീസിൽ സിഗ്നൽ ലഭിച്ചതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് കടന്നുകളഞ്ഞു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി NSS 4.5 കോടി രൂപ കൈമാറി. പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരുങ്ങുന്ന ടൗൺഷിപ്പിൽ വീട് നിർമ്മാണത്തിനായാണ് തുക കൈമാറിയത്. സംസ്ഥാനത്തെ മുഴുവൻ NSS സെല്ലുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് തുക സമാഹരിച്ചത്. ഇതിനായി വേസ്റ്റ് പേപ്പർ ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, ആർട്ട് എക്സിബിഷൻ, ഭക്ഷ്യമേള, ഓണം ഫെസ്റ്റ്, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുള്ള വിൽപ്പനകൾ, കൂപ്പൺ നറുക്കെടുപ്പ് തുടങ്ങി നിരവധി പരിപാടികളാണ് NSS സംഘടിപ്പിച്ചത്. 1 മാസം നീണ്ടു നിൽക്കുന്ന അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ തുടങ്ങുമെന്നും NSS അറിയിച്ചു. MG സർവകലാശാല സെന്റർ ഫോർ
പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് യോഗ്യത. MG യൂണിവേഴ്സിറ്റി ക്യാപ്പിലൂടെയും സിബാസിയിലൂടെയും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് സന്ദർശിക്കുക. കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് ഉപഭോക്തൃ കമ്മീഷന്റെ പിഴ. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന് കെട്ടിട നമ്പർ അനുവദിക്കാതെ തടഞ്ഞുവച്ചതിനാണ് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ MV ബാലന്റെ പരാതിയിലാണ് ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. നികുതി സ്വീകരിക്കുന്ന കെട്ടിടം അനധികൃത നിർമ്മിതി എന്ന് കാട്ടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നമ്പർ നൽകിയിരുന്നില്ല. ഇതിനെതിരെയായിരുന്നു MV ബാലന്റെ നിയമ പോരാട്ടം. റെയിൽവേ ലൈനിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നില്ലെന്ന് കാട്ടിയാണ് പഞ്ചായത്ത് കെട്ടിടത്തിന് നമ്പർ നിഷേധിച്ചത്. സമീപത്തെ മറ്റ് കെട്ടിടങ്ങൾക്കില്ലാത്ത എന്ത് ദൂരപരിധി പ്രശ്നമാണ് തന്റെ കെട്ടിടത്തിന് മാത്രം ബാധകമായത് എന്നതായിരുന്നു ബാലൻ ഉയർത്തിയ പ്രധാന ചോദ്യം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും തൃക്കരിപ്പൂർ സൗത്ത് വില്ലേജ് ഓഫീസറെയും കക്ഷി ചേർത്ത് ബാലൻ നൽകിയ പരാതിയിൽ അനുകൂല വിധി വന്നു. എൻ്റെ ബിൽഡിങ്ങിന് പഞ്ചായത്ത് നമ്പർ തരാതെ കൊണ്ട് വളരെയധികം വിഷമിച്ചു. അത് ഞാൻ പോരാടി എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ എൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപഭോക്തൃ കോടതിയിൽ കൊടുത്തിട്ട് അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. 5 കൊല്ലം എന്നെ കളിപ്പിച്ചവർ ഇനി കോടതിയിൽ വളരെയധികം ബഹുമാനിക്കുന്നു. കോടതി എനിക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. 2014 പെർമിറ്റ് അനുവദിച്ച് 2019 നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് നമ്പർ ലഭിക്കാൻ 5 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു. ഉദ്യോഗസ്ഥരുടെ അകാരണമായ പിടിവാശിയാണ് നീതി നിഷേധിക്കാൻ കാരണമായതെന്ന് ബാലൻ പറയുന്നു. കേസുമായി മുന്നോട്ട് പോയപ്പോൾ പിന്തിരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന് ബാലന്റെ ആരോപണം. ഈ പഞ്ചായത്തിലൊരു സ്റ്റാഫ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഈ കേസ് കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണ്ട, നിങ്ങൾക്കൊന്നും കിട്ടൂല, അത് അവസാനം അങ്ങ് വളരെ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ, അപ്പം നിങ്ങൾക്ക് നമ്പർ വരെ ക്യാൻസൽ ചെയ്യേണ്ട ചാൻസ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി. ഞാൻ അതെല്ലാം വകവെക്കാതെ ഉണ്ടെൻ്റെ കേസിന് പോയത്. ഒന്നാം കക്ഷിയായ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയ്ക്ക് പുറമെ പരാതി നൽകി നഷ്ടപരിഹാരം നൽകുന്നതുവരെയുള്ള കാലയളവിലേക്ക് 6% പലിശയും 5000 രൂപ കോടതി ചെലവിലേക്കും നൽകണം. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാക്കനാടിന്റെ ജലവിതരണ സംവിധാനങ്ങൾക്ക്. ആക്രിപ്പരുവത്തിലായ ആസ്പെറ്റോസ് പൈപ്പുകളാണ് ജലവിതരണ സംവിധാനത്തിന് ഇപ്പോഴും അവിടെ ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടലും അതുമൂലമുണ്ടാകുന്ന ജലക്ഷാമവും മൂലം ആളുകൾ എല്ലായ്പ്പോഴും ദുരിതത്തിലാണ്. കാക്കനാടിന്റെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. പകുതിയിലധികം പ്രദേശത്തും ജലവിതരണത്തിന് ഉപയോഗിക്കുന്നത് ആസ്പെറ്റോസ് പൈപ്പുകളാണ്. ഇടയ്ക്കിടെ മർദ്ദം കൂട്ടി പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടും. അതോടെ പ്രദേശം കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് പോകും. ഈ ഇടയ്ക്ക് ഇപ്പുറത്തെ ഒരു സൈഡിൽ പൊട്ടിയായിരുന്നു. അത് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെയും പൊട്ടിയേക്കുന്നത്. പ്രഷർ കൂടിയിട്ട് പൊട്ടിയെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് ഈ പൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത്. ചിലപ്പോൾ പഴയതായതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നത്. പൈപ്പ് പൊട്ടുന്നതിന്റെ സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അത് 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടായില്ല. അത് കഴിയുമ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ DI പൈപ്പ് ജലവിതരണം കാര്യക്ഷമമാക്കുമ്പോഴും കാക്കനാട്ടെ ഭൂരിഭാഗം പ്രദേശത്തേക്കും വെള്ളം എത്തിക്കുന്നത് ഇപ്പോഴും ആസ്പെറ്റോസ് പൈപ്പിലൂടെ തന്നെ. ചെറിയ മർദ്ദം പോലും താങ്ങാൻ പഴയ ആസ്പെറ്റോസ് പൈപ്പുകൾക്ക് കഴിയാത്തതാണ് നിരന്തരമുള്ള പൈപ്പ് പൊട്ടലിന് കാരണം. പൂർണ്ണമായി ആസ്പെറ്റോസ് പൈപ്പുകൾ മാറ്റി DI പൈപ്പ് സ്ഥാപിക്കാൻ 15 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലും പൈപ്പ് പൊട്ടി തൃക്കാക്കരയിലും ജലവിതരണം മുടങ്ങിയിരുന്നു. IT പാർക്കും ജില്ലാ ഭരണകേന്ദ്രവും കാക്കനാടിന് സ്വന്തമായുണ്ടെങ്കിലും ജലവിതരണ സംവിധാനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1-2 പൈപ്പ് പൊട്ടിയാൽ തന്നെ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളക്ഷാമത്തിലേക്ക് ആഴ്ത്താൻ കഴിവുള്ള തരത്തിലാണ് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ പരിഹരിക്കാൻ നാളുകളുടെ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും നിരന്തര ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി രൂക്ഷമാണ്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് ഹോസ്റ്റൽ മെസ്സിലെ ഭക്ഷണത്തിൽ പുഴു. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സാമ്പാറിലാണ് പുഴു ഉണ്ടായിരുന്നത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഭക്ഷണം ബഹിഷ്കരിച്ചു.
കാസർഗോഡ് കുമ്പളയിൽ പോലീസിനെ വെല്ലുവിളിച്ച് റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച 9 പേർക്കെതിരെ കേസ്. കുമ്പള ടൗണിൽ വാക്കുതർക്കമുണ്ടായ സംഭവത്തിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽസ് ഇട്ടത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുതെന്നും പറഞ്ഞാണ് യുവാക്കളുടെ റീൽസ് ഉണ്ടായിരുന്നത്. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിച്ച റീൽസ് ഇട്ട യുവാക്കൾക്കെതിരെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് നിലവിൽ കേസെടുത്തത്. പോലീസിനെതിരെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനാണ് കേസ്. കുമ്പള പോലീസിനെതിരെയാണ് യുവാക്കളുടെ റീൽസ്. സംഭവത്തിൽ 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കുമ്പള ടൗണിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽസ് ഇട്ടത്. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഇവർ വീഡിയോ ചിത്രീകരിച്ചത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുതെന്നും പറഞ്ഞാണ് യുവാക്കളുടെ റീൽസ്. കുമ്പള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാൽ തീർന്നു ആ പേടി എന്ന് തുടങ്ങുന്ന ഒരു മോഹൻലാൽ ഡയലോഗും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് വീഡിയോ ചിത്രീകരണം. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് യുവാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. BNS-ലെ 121 വകുപ്പ് പ്രകാരം നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് കേസെടുത്തത്. വീഡിയോ ചിത്രീകരിച്ച ബദ്രിയ നഗറിലെ സിദ്ദിഖ്, റൌഫ്, നിയാസ്, ഷുഹൈബ്, മുസമ്മൽ, ഫായിസ്, മൊയ്തീൻ കുഞ്ഞി, മഷൂഖ്, ജുനൈദ് എന്നിവർക്കെതിരെയാണ് കേസ്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും യുവാക്കളുടെ സാഹസിക യാത്ര. ബസ്സിലാണ് അപകടയാത്ര നടത്തിയത്. ബസിന്റെ മുകളിലും ഡോറിൽ തൂങ്ങിയുമായിരുന്നു യാത്ര നടത്തിയത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു. ഇടുക്കി രാജക്കാട് മുല്ലക്കാനത്തിന് സമീപമാണ് കൃഷി നശിച്ചത്. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ സമീപത്തുള്ള വീടുകളും അപകട ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് മുല്ലക്കാനത്തിന് സമീപം മണ്ണിടിഞ്ഞത്. ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണൊലിച്ചുപോയത്. ഇതോടെ മേഖലയിലെ കൃഷി നശിച്ചു. പ്രദേശത്തെ 4 വീടുകളും അപകട ഭീതിയിലാണ്. ഈ മലയോര ഹൈവേയുടെ ഈ നിർമ്മാണ പദ്ധതിയിൽ ഇതുപോലെ മണ്ണ് കൊണ്ട് കൂട്ടിയൊരു സ്ഥലം വേറെ കാണുമെന്ന് പോലും തോന്നുന്നില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100% ഞങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടിരിക്കുകയാണ്. കൃഷി പോയാൽ പോട്ടെന്ന് നോക്കാം, പിന്നെ ഉണ്ടാക്കാം. പക്ഷേ ഈ 8 പേരുടെ മരണത്തിന് ഇത് കാരണമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തൊരവസ്ഥയാണ്. 2021 റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശവാസിയായ ചെറുതാനിക്കൽ ബിബിന്റെ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ മണ്ണ് നീക്കം ചെയ്ത് നൽകാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പിന്നീട് കമ്പനി മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഉടമ പരാതി നൽകിയിരുന്നു. നാളിതുവരെ വാടകയോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ റോഡ് പണിയുടെ ഭാഗമായി ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലത്ത് ഇത്രയും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മണ്ണിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഇതിന് വേണ്ട ക്രമീകരണം ചെയ്തു തരണമെന്നാണ് അപേക്ഷിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിന്റെ 1 ഏക്കറിലധികം കൃഷി നശിച്ചു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം പരവൂർ ഭൂതക്കുളത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് ജനം. പുത്തൻകുളം 4-ാം വാർഡിലെ റോഡാണ് വെള്ളക്കെട്ടിൽ മുങ്ങിയത്. ഇതുവഴിയുള്ള യാത്ര ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുത്തൻകുളത്തെ IOB അധികാരമുക്ക് റോഡാണിത്. മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. കാലങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ്. ഇതിനിടെയാണ് റോഡിൽ പൈപ്പ് ലൈനിനായി കുഴിയെടുത്തതും അത് ഇടിഞ്ഞു താഴ്ന്ന് വീണ്ടും പ്രശ്നം രൂക്ഷമായതും. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നു. 100 കണക്കിന് ആൾക്കാർ നടന്നു പോണ ഒരു വഴി ഇത് വർഷങ്ങളായി ഇത്രയും നാൾ കിടന്നിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നിലവിൽ ഇവിടെ ഇല്ല, ജനങ്ങളുടെ ഇടയിലില്ല, അവരിവിടെ താമസവുമില്ല. ഈ ജില്ലയിൽ പോലും താമസമില്ലാത്തൊരു പഞ്ചായത്ത് മെമ്പറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെതായ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. മഴക്കാലമായാൽ സമീപ പ്രദേശത്തെ കുടുംബങ്ങളും ഇതുവഴിയുള്ള യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. വളരെ പ്രയാസകരമായിട്ടാണ് ഞാൻ വലത് വെച്ച് 4-4.5 കിലോമീറ്റർ നടന്നാണ് ഇപ്പോൾ പോകുന്നത്. ഇതുവഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ പോകുന്നുണ്ട്. അപകട സാധ്യത ഏറെയാണ്. കാൽനട യാത്രക്കാർക്ക് വെള്ളക്കെട്ട് കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ.
ഇനിയും പഞ്ചായത്ത് അനാസ്ഥ തുടർന്നാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് പട്ടാമ്പിയിലെ പ്രഭാപുരത്ത് വ്യത്യസ്ത പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രഭാപുരം മുളയങ്കാവ് റോഡ് തകർന്നതിനാലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഴ തുടങ്ങിയതോടെ റോഡ് കുളമായി. പരാതി പറഞ്ഞ് മടുത്തതോടെയാണ് പ്രതിഷേധം നടത്തിയത്. പപ്പടപ്പടി സ്വദേശി സുബേറാണ് റോഡിലെ കുളത്തിൽ അലക്കുകയും കുളിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. സ്ഥിരമുള്ള പരിപാടിയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ 2 കൊല്ലമായിട്ട് ഞങ്ങളെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇടിഞ്ഞു താഴ്ന്ന പാലക്കാട് കൊടുമുണ്ട പാലത്തറ റോഡ് തകർച്ചയ്ക്ക് കാരണം കനത്ത മഴയിൽ വെള്ളമിറങ്ങിയതാണെന്ന നിഗമനം. മന്ത്രി എം പി രാജേഷ് സ്ഥലം സന്ദർശിച്ച് തകർച്ച വിലയിരുത്തി. റോഡ് തകർച്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. റോഡ് തകർച്ചയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയാണെന്നും എം പി രാജേഷ് പ്രതികരിച്ചു. തീരദേശ റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കൊടുമുണ്ട തീരദേശം വഴി പാലത്തറയിലേക്ക് നിർമ്മിച്ച റോഡാണ് മാസങ്ങൾക്കകം തകർന്നത്. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതായിരുന്നു റോഡ്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. നിലവിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ വലിയ അഴിമതിയും ക്രമക്കേടും നടന്നതായി ആരോപണമുയർന്നിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രി എം പി രാജേഷ് സ്ഥലം സന്ദർശിച്ചു. മീറ്ററുകളോളം ഉയരത്തിൽ മണ്ണിട്ട് പൊക്കിയ ഭാഗത്താണ് റോഡ് നിർമ്മിച്ചത്. കനത്ത മഴയിൽ വലിയ തോതിൽ വെള്ളമിറങ്ങിയതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് ഈ ഒരു 10 അടിയോളം മണ്ണ് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. 30 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട്. അപ്പോൾ അടിയിലൂടെ വെള്ളം ഒഴുകുന്ന ഉണ്ട് എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ, ഹാർബറിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും എഞ്ചിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട്. അവർ പറയുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്. മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഏത് സമയവും റോഡ് പൂർണ്ണമായും താഴ്ചയിലേക്ക് ഇടിഞ്ഞു പോകാം. അതുകൊണ്ട് തന്നെ ഏറെ ഭീതിയോടെയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത്. പ്രവൃത്തി നടക്കുന്ന സമയത്ത് സാങ്കേതിക അനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പണികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് കരാറുകാരന് ബിൽ തുക നൽകിയതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മഴക്കാലം എത്തിയതോടെ ഇടുക്കി മാങ്കുളം മാങ്ങാപ്പാറ കുടിനിവാസികളുടെ യാത്ര അവതാളത്തിലായി. കുടിയിലേക്കുള്ള പാതയിൽ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. പാലം എന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉന്നയിക്കുമ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ആദിവാസി സങ്കേതമായ മാങ്ങാപ്പാറ കുടിയിലെ താമസക്കാരാണ് പ്രതിസന്ധി നേരിടുന്നത്. വഴിമധ്യേയുള്ള പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. വേനൽക്കാലത്ത് ജീപ്പുകൾ പുഴയിലൂടെ ഇറങ്ങിയാണ് യാത്ര ചെയ്തിരുന്നത്. മഴക്കാലത്ത് പുഴയിൽ മലവെള്ളം എത്തുന്നതിനാൽ ജീപ്പുകൾ ഇറക്കാൻ കഴിയുന്നില്ല. പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുമെന്ന് ഓരോ വേനൽക്കാലത്തും ജനപ്രതിനിധികളുടെ വാഗ്ദാനമുണ്ടാകും. എന്നാൽ നടപടി ഉണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മഴക്കാലത്ത് ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ചു നോക്കാണ്. അതാണ് അതിൻ്റെ ഈ വിദ്യാഭ്യാസങ്ങൾ വരുന്നത്. മാങ്ങാപ്പാറയ്ക്ക് വണ്ടിക്ക് കയറി പോകത്തില്ല, പോകത്തുമില്ല. ഈ വെള്ളം കുറയാണ്ട് ഇങ്ങോട്ടും കയറി പോകും. വെള്ളം കുറച്ചാൽ തന്നെ ചപ്പാത്ത നമുക്ക് നന്നാക്കി എടുത്തിട്ട് ശേഷം വണ്ടി കയറും. വാഹനമിറക്കാൻ കഴിയാതായതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങി. ഏറെ വൃദ്ധജനങ്ങളുള്ള മാങ്ങാപ്പാറ കുടിയിൽ നിന്ന് രോഗികളെ ആശുപത്രിയിലെത്തിക്കാനാണ് ഏറ്റവും കഷ്ടപ്പാട്. ആനക്കുളത്തെത്തിയാൽ മാത്രമേ ഇവർക്ക് ഇപ്പോൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയൂ. റേഷൻ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളും തലച്ചുമടായി വേണം കുടിയിലെത്തിക്കാൻ. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെടണം എന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 മാങ്കുളം. കൊച്ചിയിൽ ലോറിയിൽ നിന്നും ആഡംബരക്കാർ പുറത്തിറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന കുടുംബം. സംഭവത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് അപകടത്തിൽ മരിച്ച റോഷന്റെ ഭാര്യ ഷെൽമ റോഷൻ പറഞ്ഞു.
അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും സംഭവത്തിൽ കാര്യമായ രീതിയിലുള്ള അന്വേഷണമില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാക്കുറ്റം ചുമത്തിയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. മാനുഷിക പിഴവാണ് അപകടമുണ്ടാക്കിയതെന്നും വാഹനത്തിന് സാങ്കേതിക തകരാറില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും കണ്ടെത്തി. അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനം തികച്ചും അവിദഗ്ധരായ തൊഴിലാളികളാണ് പുറത്തേക്കെടുത്തത്. ഇനി ഇതുപോലുള്ള ദുരന്തം ആർക്കും ഉണ്ടാകരുതെന്നും സംഭവത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും മരിച്ച റോഷന്റെ ഭാര്യ ഷൽമ പറയുന്നു. ഒരാളുടെ കയ്യബദ്ധം കാരണമാണല്ലോ ഇത് പറ്റിയത്. അയാൾക്ക് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഷോറൂം ജീവനക്കാരൻ റോഷനെ ഇടിച്ച് തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിശദാംശങ്ങൾ തേടാൻ പോലീസോ തൊഴിലാളി സംഘടനയോ റോഷന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,440 രൂപ, പവന് 59,520 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.